Hello everyone, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാ സ്റ്റേറ്റുകളിലെയും യൂണിയൻ ടെറിട്ടറികളിലെയും സിഎംസ് ആൻഡ് ഗവർണേഴ്സിനെയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് വിത്ത് ന്യൂമോണിക്സ് ഒന്ന് ഈസി ആയിട്ട് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് വേഗത്തിൽ നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് അതിന് മുന്നേ തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിനെ കുറിച്ചാണ് പറയാനുള്ളത്. കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്നാണ് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേര്. അതിൽ ഡെയിലി കറണ്ട് അഫെയർ അപ്ഡേറ്റ്സ്, പോൾസ് എല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്നാണ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേര്. അപ്പോൾ നമ്മുടെ എക്സാം റിലേറ്റഡ് ആയിട്ട് അപ്ഡേറ്റ്സ്, ബാങ്ക് ആയാലും SSC ആയാലും റെയിൽവേ ആയാലും ഈ എക്സാമുകളായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളും ഡെയിലി കറണ്ട് അഫെയർ അപ്ഡേറ്റ്സ്, പോൾസ് എല്ലാം തന്നെ എൻ്റെ ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി സിഎംസ് ആൻഡ് ഗവർണേഴ്സിലേക്ക് പോവാം. വിത്ത് ന്യൂമോണിക്സ് ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഡൽഹി സിഎം നമുക്ക് ന്യൂമോണിക്സിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് അറിയുന്നതാണ് അരവിന്ദ് കെജ്രിവാൾ ആണ് അല്ലെ. ഡൽഹി സിഎം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ ആണ്. നമുക്ക് യാതൊരു ന്യൂമോണിക്സിന്റെയും ആവശ്യമില്ലാതെ തന്നെ സിമ്പിൾ ആയിട്ട് കിട്ടും. ചീഫ് മിനിസ്റ്റർ മാത്രമല്ല, അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയും കൂടി നമുക്ക് നോക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആം ആദ്മി പാർട്ടിയാണ് വരുന്നത്. ന്യൂ ഡൽഹി കോൺസ്റ്റിറ്റ്യുവൻസി ആണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഗവർണർ നോക്കാം. വിനയ് കുമാർ സക്സേനയാണ് ലെഫ്റ്റനന്റ് ഗവർണർ. വിനയ് കുമാർ സക്സേനയാണ് ലെഫ്റ്റനന്റ് ഗവർണർ വരുന്നത്. അപ്പൊ നമുക്കറിയാം ഡൽഹിയിൽ എന്താണ്, ഭയങ്കര പൊല്യൂഷൻ ആണ് അല്ലെ. ഡൽഹിയാണ് മോസ്റ്റ് പൊല്യൂട്ടഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ സക്സേന നമുക്ക് വിക്സുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, വിക്സുമായിട്ട് കണക്ട് ചെയ്യാം. VIX വിക്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ദാറ്റ് ഈസ് സക്സേന. അപ്പോൾ ഡൽഹിയിൽ എങ്ങനെയാണ്, ഫുൾ പൊല്യൂട്ടഡ് ആയതുകൊണ്ട് നമുക്ക് വിക്സ് ഒന്നും തേക്കാണ്ട് പറ്റില്ല. ഡെയിലി വിക്സ് ഭയങ്കര ഉപയോഗമായിരിക്കും ഡൽഹിയിൽ. അപ്പോൾ ഡൽഹിയിലെ ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത് വിനയ് കുമാർ സക്സേനയാണ്. നെക്സ്റ്റ് പുതുച്ചേരി സിഎം എന്ന് പറയുന്നത് N രംഗസ്വാമി ആണ്. N രംഗസ്വാമി ചീഫ് മിനിസ്റ്റർ ആണ്. ഓൾ ഇന്ത്യ NR കോൺഗ്രസ് ആണ്. നെക്സ്റ്റ് N രംഗസ്വാമി ചീഫ് മിനിസ്റ്റർ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ആലോചിക്കുക, പുതുച്ചേരിയാണ്, ചെറിയാണ് അല്ലെ. ചെറിയുടെ കളർ എന്താണ്, ചെറി, റെഡ് ചെറീസ് ആണ് അല്ലെ. നല്ല രംഗാണ്, നിറമല്ലേ, ദാറ്റ് ഇസ് ചെറി അല്ലെ. പുതുച്ചേരി. അപ്പൊ നോക്കാം, പുതുച്ചേരി ചെറിയാണ്. ചെറിയുടെ രംഗ് എന്താണ്, ചെറിയുടെ രംഗ് റെഡ് രംഗാണ് അല്ലെ. റെഡ് കളർ, റെഡ് ചെറീസ് ആണ് അല്ലെ. ഭയങ്കര കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും ചെറീസ്. റെഡ് കളർ ആണ്, ദാറ്റ് ഈസ് രംഗ്, സൂപ്പർ രംഗാണ് റെഡ് കളർ, ദാറ്റ് ഈസ് ചെറി, രംഗ് ചെറി. അപ്പോ നെക്സ്റ്റ് ലെഫ്റ്റനന്റ് ഗവർണർ വരുന്നത് K കൈലാസനാഥനാണ്. K കൈലാസനാഥനാണ് ലെഫ്റ്റനന്റ് ഗവർണർ വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പുതുച്ചേരിയാണ് അല്ലെ. ഇവിടെ നമുക്കൊരു പുഡിങ്, ഈ ചെറി പുഡിങ്ങിന്റെ മുകളിൽ ടോപ്പിംഗ് ആയിട്ട് വെച്ചത് നമ്മൾ മനസ്സിൽ ആലോചിക്കുമ്പോൾ തന്നെ ഒരു മനസ്സുഖമാണ് അല്ലെ. അപ്പൊ നിങ്ങൾ അത് ആലോചിച്ച് നോക്കാം. ചെറി പുഡിങ്ങിന്റെ മുകളിൽ ചെറി ടോപ്പിംഗ് ആയിട്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അതൊരു ഇങ്ങനെ ഒരു കൈലാസം പോലത്തെ ഫുൾ മലനിരകളുടെ അവിടെയാണെങ്കിൽ അതിനേക്കാൾ ഡബിൾ സൂപ്പർ ആയിരിക്കും അല്ലെ. അപ്പൊ പുഡിങ് ആലോചിക്കുക, ചെറി ആലോചിക്കുക, ദാറ്റ് ഇസ് പുതുച്ചേരി. കൂടാതെ തന്നെ റെഡ് രംഗുള്ള ചെറി, ദാറ്റ് ഇസ് രംഗസ്വാമി. എവിടെന്നാ കഴിക്കുന്നത്, സൂപ്പർ ആയിട്ടുള്ള കൈലാസത്തിൽ നിന്നാണ് കഴിക്കുന്നത്, ദാറ്റ് ഈസ് കൈലാസനാഥൻ. കിട്ടിയോ? അപ്പൊ പുതുച്ചേരി N രംഗസ്വാമി, K കൈലാസനാഥൻ. റെഡി അല്ലേ? നെക്സ്റ്റ് നോക്കാം, ജമ്മു ആൻഡ് കാശ്മീർ മനോജ് സിൻഹ. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിൽ പോയാൽ നമ്മുടെ മനസ്സ് എന്താണ്, സൈൻ വേവ് പോലെ തുള്ളിക്കളിക്കും അല്ലെ. നമ്മുടെ മനസ്സ് സൈൻ വേവ് പോലെ തുള്ളിക്കളിക്കും. സൈൻ വേവ് പോലെ ആയിരിക്കും. ജിൽ ആണെന്ന് ആലോചിക്കുക, മനസ്സ് സൈൻ വേവ് പോലെ തുള്ളിക്കളിക്കും. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിൽ പോയാൽ മനസ്സ് എങ്ങനെയാണ്, സൈൻ വേവ് പോലെയാണ്. ദാറ്റ് ഈസ് മനോജ് സിൻഹ. മനസ്സ് സൈൻ വേവ് പോലെയാണ്. സൂപ്പർ അല്ലേ? അപ്പൊ മനസ്സ് സൈൻ വേവ് പോലെയാണല്ലേ. ജമ്മു ആൻഡ് കാശ്മീർ സൂപ്പർ അല്ലേ? അപ്പൊ മനസ്സ് സൈൻ വേവ് പോലെയാണ്. ദാറ്റ് ഈസ് ലെഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. റെഡി? നെക്സ്റ്റ് ലഡാക്കിൽ ആരാണ്, BD മിശ്രയാണ് ലെഫ്റ്റനന്റ് ഗവർണർ. BD മിശ്ര. സിമ്പിൾ ആയിട്ട് ആലോചിക്കാം, എന്താണ്, ലഡാക്ക്. ഇപ്പോഴത്തെ ലഡ്കിയോം എന്താണ്, ബീഡി അല്ലെ. ബീഡി എന്ന്
എന്താണ് ഈ സാധനം? പുകയില ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. ദാറ്റ് ഈസ് ലഡ്ക ലഡ്കിയോംസ്. എന്താ ചെയ്യുന്നുണ്ട്? ബീഡി അല്ലെ, ലഡ്ക ലഡ്കിയോം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഹിന്ദിനെ കുറിച്ച് നമ്മുടെ ബാച്ചിലുള്ള എല്ലാവർക്കും അറിയാം, എൻ്റെ ഹിന്ദി വളരെ വീക്കാണ്, എന്നാലും നിങ്ങൾ പിടിച്ചോളൂ. ലഡ്ക ലഡ്കിയോം, ബീഡി വലിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക. ലഡ്ക ലഡ്കിയോം ബീഡി വലിക്കും അല്ലെ, ബീഡി മിശ്രമായിട്ട്. അവർ ലടുക്കിയായാലും ലടുക്കിയായാലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എല്ലാവരും എന്തുണ്ട്? ബീഡി ബീഡി എന്ന് നിങ്ങൾ ആലോചിക്കുക. ദാറ്റ് ഇസ് ബീഡി. ഇപ്പോഴും ഞാൻ പറയാണ്, പുകയില ആരോഗ്യത്തിന് ഹാനികരമാണ്, ആരും അത് ഉപയോഗിക്കരുത്. ഈ കോഡ് ജസ്റ്റ് നിങ്ങൾക്ക് ആലോചിച്ചിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അപ്പൊ ലഡ്ക ലഡ്കിയോം, അപ്പൊ ലഡാക്ക് എന്താണ്? ബീഡി മിശ്ര. ലഡ്കിയും ലഡ്കിയും, ലഡ്കയും ലഡ്കിയും എല്ലാവരും എന്താണ്? ബീഡി മിശ്ര. ഓക്കെ, മിശ്രമായിട്ട് ബീഡി ഉപയോഗിക്കുന്നുണ്ടെന്ന് ആലോചിക്കുക. ദാറ്റ് ഈസ് ലഡാക്ക് ബീഡി മിശ്ര ആണ് ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് ലഡാക്ക്. ഓക്കെ, ബീഡി മിശ്ര, ബീഡി മിശ്ര. സെറ്റ് അല്ലേ? നെക്സ്റ്റ് ചണ്ഡീഗഡ്, ഗുലാബ് ചന്ദ് കട്ടാരിയ. ഗുലാബ് ചന്ദ് കട്ടാരിയാണ് ചണ്ഡീഗഡിലെ ലഫ്റ്റനന്റ് ഗവർണർ വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചണ്ഡീഗഡിലെ ഫേമസ് ആയിട്ടുള്ള ഒരു റോസ് ഗാർഡൻ ആണ് സക്കീർ ഹുസൈൻ റോസ് ഗാർഡൻ. അപ്പൊ റോസ് ഗാർഡന് ഫേമസ് ആയിട്ടുള്ളതാണ് ചണ്ഡീഗഡ് എന്ന് പറയുന്നത് അല്ലെ. റോസ് ഗാർഡന് ഫേമസ് ആയിട്ടുള്ളതാണ്, റോസ് ഗാർഡന് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ചണ്ഡീഗഡ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തുണ്ട്? ഗുലാബ്. ഗുലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുലാബ് എന്ന് പറഞ്ഞാൽ റോസ് അല്ലേ. ദാറ്റ് ഈസ് ഗുലാബ് ചന്ദ് കട്ടാരിയ. ചണ്ഡീഗഡ് ഗുലാബ് ചന്ദ് കട്ടാരിയാണ് ലഫ്റ്റനന്റ് ഗവർണർ. ഓക്കെ, ലഫ്റ്റനന്റ് ഗവർണർ ചണ്ഡീഗഡ് ഗുലാബ് ചന്ദ് കട്ടാരിയ. ചണ്ഡീഗഡിലാണ് റോസ് ഗാർഡന് ഫേമസ് ആയിട്ടുള്ള സക്കീർ ഹുസൈൻ റോസ് ഗാർഡൻ ഉള്ളത്. സക്കീർ ഹുസൈൻ റോസ് ഗാർഡൻ എവിടെയാണ്? ചണ്ഡീഗഡിലാണ്. സോ ഗുലാബ് ചന്ദ് കട്ടാരിയാണ് ലഫ്റ്റനന്റ് ഗവർണർ വരുന്നത്. റെഡിയല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ചണ്ഡീഗഡിലുള്ള സക്കീർ ഹുസൈൻ റോസ് ഗാർഡൻ. സോ ചണ്ഡീഗഡിലുള്ള ലെഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ഗുലാബ് ചന്ദ്. ഫുൾ എന്താണ്? ഫുൾ ഓഫ് ഗുലാബ്സ്. അവിടെയും ഇവിടെയും ഗുലാബ്സ്. സോ ഗുലാബ് ചന്ദ് കട്ടാരിയ. നെക്സ്റ്റ് ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. കൂടാതെ ലക്ഷദ്വീപ് ആരാണ്? രണ്ട് സ്ഥലത്തെയും അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് പ്രഫുൽ പട്ടേലാണ്. പ്രഫുൽ പട്ടേലാണ് രണ്ട് സ്ഥലത്തെയും, അതായത് ദാദ്ര ഹവേലി ആൻഡ് ദാമൻ ദിയു, പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? ലക്ഷദ്വീപ്. ഇവിടുത്തെ എല്ലാം തന്നെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് പ്രഫുൽ പട്ടേലാണ്. പ്രഫുൽ പട്ടേൽ. അത് അങ്ങനെ തന്നെ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വരുന്നതാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിലെ ലെഫ്റ്റനന്റ് ഗവർണർ വരുന്നത് അഡ്മിറൽ DK ജോഷിയാണ്. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ നെക്സ്റ്റ് ഡേ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ പോവാണ്. നമ്മുടെ ലൈഫ് എന്താണ്? ആ സമയത്ത് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ജോഷ് ആയിരിക്കും അല്ലെ. കംപ്ലീറ്റ് ജോഷ്, സന്തോഷം, അടിപൊളിയായിരിക്കും. ആലോചിക്കാം, കംപ്ലീറ്റ് വാട്ടർ സ്പോർട്ട്, നമ്മൾ സ്കൂബ പോകുന്നു, വേറെ എന്താണ്, കംപ്ലീറ്റ് ബനാന റൈഡ് പോകുന്നു, കംപ്ലീറ്റ് വാട്ടർ സ്പോർട്ട് നമ്മൾ ചെയ്യും അല്ലെ. വേറെ ഒന്നും ഓർമ്മയുണ്ടാവില്ല, ലൈഫ് മൊത്തം ജോഷ്. എവിടെ പോയാൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ പോവാ. ജസ്റ്റ് ഇമാജിൻ ചെയ്യാട്ടോ. മനസ്സിൽ ന്യൂമോണിക്സ് എന്ന് പറയുന്നത് യാതൊരു ലോജിക്കും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ മനസ്സിൽ അത് കണ്ടാൽ എക്സാമിന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓപ്ഷനിൽ നിന്ന് ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കട്ടോ. യെസ്, ഇത് നമ്മളാണെന്ന് നിങ്ങൾ ആലോചിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, ബനാന റൈഡ് പോകുന്നു. നമ്മുടെ ലൈഫ് എന്താണ്? കംപ്ലീറ്റ് ജോഷ്. ആൻഡമാൻ നിക്കോബാറിൽ പോയാൽ ജോഷ് ജോഷ് ജോഷ്, നമ്മൾ ഫുൾ ഹാപ്പി, സന്തോഷം, ജോഷ്. നെക്സ്റ്റ് വരുന്നതാണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ സുഖ്വീന്ദർ സിംഗ് സുഖു ആണ് ചീഫ് മിനിസ്റ്റർ വരുന്നത്. നദൌൻ അസംബ്ലി ആണ് കോൺസ്റ്റിറ്റ്യുവൻസി വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നെക്സ്റ്റ് ശിവ് പ്രതാപ് ശുക്ലയാണ് ഗവർണർ വരുന്നത്. നമുക്ക് എങ്ങനെയാ ഇത് ആലോചിക്കാൻ പറ്റുക? നമുക്ക് സുഖമായിട്ട് ഹിമാചൽ പ്രദേശ് ആണ് അല്ലെ. HP ലാപ്ടോപ്സ് ആണ് നമ്മൾ എന്തായിട്ട് സുഖമായിട്ടും പ്രതാപമായിട്ടും എന്ന് ആലോചിക്കുക. സുഖ്വീന്ദർ സിംഗ് സുഖു ആണ് അല്ലെ. സുഖ്വീന്ദർ സിംഗ് സുഖു ആണ് ഇവിടെ. ശിവ് പ്രതാപ് ശുക്ലയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, സുഖമായിട്ടും പ്രതാപത്തോടെയും നമ്മൾ ഏത് ലാപ്ടോപ്പ് ഉപയോഗിക്കുക? ASUS ആണോ? അല്ല. ഡെൽ ആണോ? അല്ല. നമ്മൾ ഏതാ ഉപയോഗിക്കുക? HP ആണ് ഉപയോഗിക്കുക. ദാറ്റ് ഈസ് സുഖ്വീന്ദർ സിംഗ് സുഖു. നമ്മൾ സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട്
പ്രതാപത്തോടെ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ഏതാണ്? HP ആണ്. That is Sukhvendra Singh Sukhu. Then Shiv Pratap Shukla. ഓക്കെ, സുഖമായിട്ട് ഇങ്ങനെ പ്രതാപത്തിൽ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ഏതാ? HP ആണ്. അവിടെ തന്നെ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് സുഖ്വീന്ദ്ര സിംഗ് സുഖു. പേരിൽ ഒരു സുഖം വേണം എന്ന് ആലോചിക്കുക. കൂടെ എന്ത് വേണം? ശിവ് പ്രതാപ് ശുക്ല. നമുക്ക് കുറച്ച് പ്രതാപം വേണം എന്ന് ആലോചിക്കുക. റെഡി അല്ലേ? നെക്സ്റ്റ് പഞ്ചാബ്. ഭഗവാൻ സിംഗ് മൻ ആണ് ചീഫ് മിനിസ്റ്റർ വരുന്നത്. സംഗ്രൂർ ആണ് കോൺസ്റ്റിറ്റ്യുവൻസി വരുന്നത്. നെക്സ്റ്റ് ഗുലാബ് ചന്ദ് കട്ടാരി ആണ് ഗവർണർ വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പഞ്ചാബില് ആണ് എന്തിരിക്കുന്നത്? ഗോൾഡൻ ടെമ്പിൾ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ പഞ്ചാബില് ഗോൾഡൻ ടെമ്പിൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഗോൾഡൻ ടെമ്പിൾ എന്ന് മനസ്സിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്? അവിടെ ഭഗവാൻ ഉണ്ട്. ഓക്കെ, ഗോൾഡൻ ടെമ്പിൾ ആണല്ലേ. ടെമ്പിൾ ആണെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താണ്? ഭഗവാൻ ഉണ്ട് അല്ലെ. ഭഗവാന് നമ്മൾ എന്താ അർച്ചന ചെയ്യുന്നത്? ഗുലാബ് ആണ്, ഗുലാബ്. അപ്പൊ നമ്മൾ ആലോചിക്കാം പഞ്ചാബ് ഭഗവാൻ ഗുലാബ്. ഓക്കെ, പഞ്ചാബിലാണ് ഗോൾഡൻ ടെമ്പിൾ. ഓക്കെ, ടെമ്പിൾ. ഓക്കെ, ഗോൾഡൻ ടെമ്പിൾ ആകുമ്പോൾ എന്തുണ്ട്? ടെമ്പിളില് ഭഗവാൻ ഉണ്ട് അല്ലെ. അപ്പൊ ഭഗവാൻ സിംഗ് മൻ, ഗുലാബ് ചന്ദ് കട്ടാരിയ. അപ്പൊ പഞ്ചാബിലാവുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ. ടെമ്പിളിലെ എന്തുണ്ട്? ഭഗവാൻ അല്ലെ. ഭഗവാന് നമ്മൾ ഗുലാബ്, റോസാപ്പൂ കൊണ്ടാണ് അവിടെ അർച്ചന നടത്തുന്നതെന്ന് ആലോചിക്കാം. അപ്പൊ ഭഗവാൻ സിംഗ് മൻ, ഗുലാബ് ചന്ദ് കട്ടാരിയാണ് ഗവർണർ വരുന്നതെന്ന് ആലോചിക്കാം. ഭഗവാൻ സിംഗ് മൻ ആണ് ചീഫ് മിനിസ്റ്റർ. ആം ആദ്മി പാർട്ടി ആണ്. സംഗ്രൂർ ആണ് കോൺസ്റ്റിറ്റ്യുവൻസി വരുന്നത്. റെഡി? നെക്സ്റ്റ് ഹരിയാന. നയാബ് സിംഗ് സൈനി ആണ് ചീഫ് മിനിസ്റ്റർ. കർണാൽ ആണ് കോൺസ്റ്റിറ്റ്യുവൻസി. ഭാരതീയ ജനതാ പാർട്ടി BJP ആണ്. ബന്ദാരു ദത്താത്രേയ ആണ് ഗവർണർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഹരിയാനയില് ഒരു നയാ ബാൻ, ഹരിയാനയില് ഒരു പുതിയ ബാൻ വന്നു അല്ലെ. പുതിയതായി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? 2000 രൂപ കറൻസി ബാൻ ചെയ്തു. അതേപോലൊരു ബാൻ എവിടെ വന്നു? ഹരിയാനയിൽ വന്നു. ഹരിയാനയില് നയാ ബാൻ. ഓക്കെ, നയാ ബാൻ എവിടെയാണ്? ഹരിയാനയില്. ആരാണ്? നയാബ് സിംഗ് സൈനി ചീഫ് മിനിസ്റ്റർ ആണ്. ബന്ദാരു ദത്താത്രേയ ആരാണ്? ഗവർണർ ആണ്. ഗവർണർ ഓഫ് ഹരിയാന ബന്ദാരു ദത്താത്രേയ ആണ്. നയാബ് സിംഗ് സൈനി ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ആണ്. റെഡി ആണല്ലോ? നയാ ബാൻ ആലോചിക്കട്ടോ. ഹരിയാനയില് നയാ ബാൻ എന്ന് പറയുമ്പോൾ നയാബ് സിംഗ് സൈനി ബന്ദാരു ദത്താത്രേയ. നിങ്ങൾ ആലോചിക്കുക, ഹരിയാനയില് നയാ ബാൻ ആണ്. ഒരു നയാ എന്ന് പേരുള്ള, ഒരു പുതിയ നയാ എന്ന് പേരുള്ള ആളാണ് CM. കൂടാതെ എന്തും ആലോചിക്കണം? ബാൻ. ഒരു ബാൻ എന്തുണ്ട്? ഗവർണറിന്റെ പേരിൽ ഒരു ബാൻ ഉണ്ട് എന്നും കൂടി ആലോചിച്ചാൽ മതിയാകും. നെക്സ്റ്റ് ഉത്തരാഖണ്ഡ്. പുഷ്കർ സിംഗ് ധാമി ആണ് ചീഫ് മിനിസ്റ്റർ. ചമ്പാവത്ത് ആണ് കോൺസ്റ്റിറ്റ്യുവൻസി. ഭാരതീയ ജനതാ പാർട്ടിയാണ്. ലഫ്റ്റനന്റ് ജനറൽ ഗുർമീത് സിംഗ് ആണ് ഗവർണർ വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഗുർമീത് സിംഗിന് ഗുരു എന്ന് നിങ്ങൾ എടുത്താൽ, ഗുരു നമ്മളെടുത്ത് സ്കൂളിൽ നിന്നും ഉത്തരം ചോദിച്ചാൽ നമുക്കറിയണ്ടാവില്ല, നമ്മൾ പഠിച്ചിട്ടല്ലോ പോവുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അടുത്തിരിക്കുന്ന ആളെ പുഷ് ചെയ്യും അല്ലെ. നിനക്കറിയോടി എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പുഷ് ചെയ്യും അല്ലെ. ദാറ്റ് ഈസ് ഉത്തരാഖണ്ഡ് പുഷ്കർ സിംഗ് ധാമി. CM എന്ന് പറയുന്നത് പുഷ്കർ സിംഗ് ധാമിയാണ്. നമ്മൾ അടുത്തിരിക്കുന്ന ആളെ പുഷ് ചെയ്ത് ചോദിക്കും അല്ലെ, അറിയോ എന്ന് നമ്മളിങ്ങനെ പുഷ് ചെയ്ത് ചോദിക്കില്ലേ. ദാറ്റ് ഈസ് പുഷ്കർ സിംഗ് ധാമി. അപ്പോ ആരാണ്? ഗുർമീത് സിംഗ് ആണ്. ലഫ്റ്റനന്റ് ജനറൽ ഗുർമീത് സിംഗ് ആണ് ഗവർണർ വരുന്നത്. ഗുർമീത്തിൽ നമുക്ക് ഗുരു ചോദിക്കാം, അല്ലെങ്കിൽ ഗുരു നമ്മളെ മീറ്റ് ചെയ്തിട്ട് ചോദിക്കുമ്പം, ഗുരു ഇങ്ങനെ വന്നിട്ട് നമ്മളെ മീറ്റ് ചെയ്തിട്ടാണ് ചോദിക്കുക അല്ലെ. ഉത്തരം പറ അനുശ്രീ, ഉത്തരം പറ. നമ്മളടുത്ത് ഗുരു മീറ്റ് ചെയ്തിട്ടാണ് ചോദിക്കുക. അപ്പൊ ഗുരു നമ്മളെ മീറ്റ് ചെയ്തിട്ട് ഉത്തരം ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പുഷ് ചെയ്യും അല്ലെ. അറിയോ? അങ്ങനെ പുഷ് ചെയ്യും. ദാറ്റ് ഈസ് ഉത്തരാഖണ്ഡ് പുഷ്കർ സിംഗ് ധാമി.
ലഫ്റ്റനന്റ് ജനറൽ ഗുർമീത് സിംഗ്. ലഫ്റ്റനന്റ് ജനറൽ ഗുർമീത് സിംഗ്. ഗുർമീത് സിംഗ് എന്താണ്? ഗവർണറാണ്. പുഷ്കർ സിംഗ് എന്താണ്? പുഷ്കർ സിംഗ് ചീഫ് മിനിസ്റ്റർ ആണ്. ഓക്കെ, ഉത്തരാഖണ്ഡ്. ഉത്തരം ചോദിക്കുമ്പോൾ പുഷ് ചെയ്യും. ഗുരു മീറ്റ് ചെയ്തിട്ട് ഉത്തരം ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? ഉത്തരാണോ പറയാ? അല്ല, അടുത്തിരിക്കുന്നവനെ പുഷാണ് ചെയ്യാ. റെഡി? നെക്സ്റ്റ് വരുന്നത് ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ് ചീഫ് മിനിസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ദാറ്റ് ഈസ് യോഗി ആദിത്യനാഥ്. അതിന് വേറെ യാതൊരു രീതിയിലുള്ള കോഡിന്റെയും ആവശ്യമില്ല. ഖൊരഗ്പൂർ അർബൻ ആണ് വരുന്നത്. നെക്സ്റ്റ് ഉത്തർപ്രദേശ് ആനന്ദിബെൻ പട്ടേൽ. ആനന്ദിബെൻ പട്ടേൽ ഗവർണർ. നമുക്ക് ഉത്തരം കിട്ടുമ്പോൾ എങ്ങനെയാണ്? യെസ്, നമ്മൾ ആനന്ദമാണല്ലേ. എപ്പോഴെങ്കിലും ആയിരിക്കും ഒരു ഉത്തരം കിട്ടുന്നത്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആനന്ദമായിരിക്കും എന്ന് ആലോചിക്കുക. വേണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ചോളൂ. മങ്കി പെൻ കിട്ടിയപ്പോഴാണ് ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെന്നിൽ ആനന്ദം കിട്ടിയതല്ലേ. നമ്മൾ എങ്ങനെയാണ്? നമ്മൾ യോഗി, നമ്മളിങ്ങനെ കംപ്ലീറ്റ് ഇന്ന് ഉത്തരം കിട്ടണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുൾ പ്രാർത്ഥനയാണ്. അങ്ങനെ യോഗി പോലെ ഇങ്ങനെ തപസ് ഇരുന്നിട്ടാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആനന്ദം. ദാറ്റ് ഈസ് യോഗി ആദിത്യനാഥ്. യോഗി ആയിട്ടാണ് നമുക്ക് ഉത്തരം കിട്ടിയത്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആനന്ദ നിർഗളമാണ് നമ്മൾ. യോഗി ആദിത്യനാഥ്, ആനന്ദിബെൻ പട്ടേൽ. നെക്സ്റ്റ് മധ്യപ്രദേശ്. മോഹൻ യാദവ് ആണ് ചീഫ് മിനിസ്റ്റർ. ഭാരതീയ ജനതാ പാർട്ടി. ഉജ്ജയിൻ സൗത്ത് ആണ് കോൺസ്റ്റിറ്റ്യുവൻസി വരുന്നത്. മംഗൂബായ് സി പട്ടേൽ. മംഗൂബായ് സി പട്ടേൽ ആണ് ഗവർണർ. മംഗൂബായ് സി പട്ടേൽ ആണ് ഗവർണർ വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ എന്താണ്? മധ്യപ്രദേശ് ആണ് അല്ലെ. മോഹൻ യാദവ് മൈ മധ്യപ്രദേശ്. മോഹൻ യാദവ് മൈ മധ്യപ്രദേശ്. മോഹൻ യാദവ് മൈ മധ്യപ്രദേശിൽ എന്താ ഉള്ളത്? മാംഗോ. മാംഗോ ആണ് ബായ് ഉള്ളത്. ബായ് മാംഗോ ആണുള്ളത്. മാംഗോ ആണ് ബായ് ഉള്ളത്. മധ്യപ്രദേശ് മോഹൻ യാദവ്. മധ്യപ്രദേശ് മോഹൻ യാദവ് മാംഗോ ആണ് ബായ് ഉള്ളത് എന്ന് ആലോചിക്കുക. ദാറ്റ് ഇസ് മൈ മധ്യപ്രദേശ്. മോഹൻ യാദവ് മധ്യപ്രദേശ് ആണ്. മാംഗോ ആണ് ബായ്. ദാറ്റ് ഇസ് മംഗൂബായ്. ഓക്കെ, മംഗൂബായ്. അപ്പം മൈ മധ്യപ്രദേശ് മാംഗോ ആണ് ഭായ് ഉള്ളത്. അപ്പൊ നമുക്ക് ആരെ കിട്ടി? മൈ മധ്യപ്രദേശ് മാംഗോ ആണ് ഭായ് ഉള്ളത് എന്ന് ആലോചിക്കുമ്പോൾ മോഹൻ യാദവ് മധ്യപ്രദേശ്, മംഗൂബായ് സി പട്ടേൽ ആണ് ഗവർണർ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ബീഹാർ. ബീഹാർ നിതീഷ് കുമാർ ആണ് ചീഫ് മിനിസ്റ്റർ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. രാജേന്ദ്ര അർലേക്കർ ആണ് ബീഹാറിന്റെ ഗവർണർ വരുന്നത്. അപ്പോൾ നിതീഷ് കുമാർ ചീഫ് മിനിസ്റ്റർ അറിയുന്നുണ്ടാവും, കോഡിന്റെ ആവശ്യം ഉണ്ടാവില്ല. ബീഹാർ രാജേന്ദ്ര അർലേക്കർ ആണ് ഗവർണർ വരുന്നത്. ബീഹാറിൽ എങ്ങനെ ആൾക്കാർ പറയാ? അവിടുത്തെ ആൾക്കാർ ലേശം റൂഡ് ആണെന്നാണ് പൊതുവെ എല്ലാവരും പറയാ അല്ലെ. അരെ ലേക്കറാവോ, അരെ ബായ് ഇതറാവോ, ലേക്കറാവോ എന്നാണ് പറയാ അല്ലെ. അരെ ലേക്കറാവോ, ഇവിടെ ഇതറാവോ, ലേക്കറാവോ എന്നാണ് ബീഹാറിൽ പറയാ അല്ലെ. ഇവിടെ വന്നിട്ട് എടുത്തിട്ട് പോടേ അല്ലേ. അരെ ബായ് ഇതറാവോ, ലേക്കറാവോ എന്നാണ് ഗവർണർ. അപ്പൊ അർലേക്കർ. അരെ ബായ് ലേക്കറാവോ എന്ന് ആലോചിക്കുക. ദാറ്റ് ഇസ് ബീഹാറിന്റെ ഗവർണർ വരുന്നത് ആരാണ്? രാജേന്ദ്ര അർലേക്കർ. അരെ ബായ് ലേക്കറാവോ എന്ന് ആലോചിച്ചാൽ മതി. ദാറ്റ് ഇസ് അർലേക്കർ. നിതീഷ് കുമാർ ആണ് ബീഹാർ ചീഫ് മിനിസ്റ്റർ വരുന്നത്. എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് കോഡിന്റെ ആവശ്യമില്ല. ഛത്തീസ്ഗഡ് വിഷ്ണുദേവ് സായി ചീഫ് മിനിസ്റ്റർ ആണ്. രാമേൻ ദേക്കയാണ് ഗവർണർ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കുക, വിഷ്ണു എന്ന് ആലോചിക്കുമ്പോൾ നമുക്കറിയാം ഹിന്ദു മതത്തിലുള്ള ദൈവത്തിനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലെ. വിഷ്ണുദേവ് സായി. ഛത്തീസ്ഗഡ് രാമൻ ദേക്ക. വിഷ്ണുവിന് പണ്ടത്തെ പോലെ ഉപ്പില്ലാത്ത പായസവും കഞ്ഞിയൊന്നും അല്ല ഇഷ്ടം. എന്താണ്? ടോപ്പ് രാമൻ നൂഡിൽസ് ആണ്, അതും ചട്ടിയിലുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ ആലോചിക്കാം? വിഷ്ണുവിന് ടോപ്പ് രാമനാണ് ഇഷ്ടം, അതും കപ്പ് നൂഡിൽസ് ഒന്നും പോരാ, ചട്ടിയിൽ തന്നെ വേണം. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, വിഷ്ണു ചട്ടിയിലുള്ള ടോപ്പ് രാമൻ. വിഷ്ണുവും ചട്ടിയിലുള്ള ടോപ്പ് രാമനും ആലോചിച്ചാൽ വിഷ്ണു ചട്ടിയിലുള്ള ടോപ്പ് രാമൻ. അപ്പൊ വിഷ്ണുദേവ് സായി, ഛത്തീസ്ഗഡ് രാമൻ ദേക്ക. വിഷ്ണുവിന് ചട്ടിയിലുള്ള രാമനാണ് താല്പര്യം. ഓക്കെ, കപ്പ് നൂഡിൽസ് ഒന്നും കൊടുത്ത് പറ്റിക്കാൻ നോക്കണ്ട, ചട്ടിയിലുള്ള ടോപ്പ് രാമൻ തന്നെ വേണം. ഓക്കെ, അപ്പൊ വിഷ്ണു ഛത്തീസ്ഗഡ് രാമൻ ദേക്ക എന്നുള്ള കാര്യം ആലോചിക്കുക. കുൻകുരി കോൺസ്റ്റിറ്റ്യുവൻസി ആണ് വിഷ്ണുദേവ് സായി കുൻകുരി
കോൺസ്റ്റിറ്റ്യുവൻസി ആണ് വരുന്നത്. റെഡി അല്ലേ? അപ്പൊ വിഷ്ണു ദേവസായി, ഛത്തീസ്ഗഡ്, രാമൻ ധേഖ. ഓക്കെ, വിഷ്ണു ദേവസായി, ഗവർണർ ആരാണ്? രാമൻ ധേഖ. നെക്സ്റ്റ് ജാർഖണ്ഡ്, ഹേമന്ത് സൊറീൻ, സന്തോഷ് കുമാർ ഗൻവാർ. ഹേമന്ത് സൊറീൻ ആണ് ചീഫ് മിനിസ്റ്റർ വരുന്നത് ജാർഖണ്ഡിന്റെ. സന്തോഷ് കുമാർ ഗൻവാർ ആണ് ഗവർണർ വരുന്നത്. നിങ്ങൾ ആലോചിച്ചോട്ടെ, ഹേമന്തം, ഒരു ഹേമന്തം എന്ന് പറയുന്നത് മഞ്ഞൊക്കെ വരാൻ പോകുന്നതിന്റെ തൊട്ടുമുള്ള വിന്ററിന് മുന്നേ ഉള്ള സമയമാണ് ഹേമന്തം അല്ലെ. ഹേമന്തവൻ കൈക്കുമ്പിളിൽ പാട്ടൊക്കെ, എന്റെ പാട്ട് വളരെ മോശമാണ്, അതുകൊണ്ട് പാടുന്നില്ല. ഹേമന്തവൻ കൈക്കുമ്പിളിൽ എന്നുള്ള പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഹേമന്തം ഒരു ജാറിലാക്കിയാൽ നമുക്ക് എന്തായിരിക്കും? സന്തോഷമല്ലേ? ഹേമന്ത കൈക്കുമ്പിളിലാക്കിയാലേ സൂപ്പർ ആണെന്നാണ് പാട്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഹേമന്തം ജാറിലാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? സൂപ്പർ അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഹേമന്ത് സൊറീൻ ജാർഖണ്ഡ് സന്തോഷ്. ഹേമന്തം ജാറിലാക്കിയാൽ സന്തോഷമാണ് അല്ലേ? അപ്പൊ ഹേമന്ത് സൊറീൻ ജാർഖണ്ഡ് സന്തോഷ് കുമാർ ഗൻവാർ. ഓക്കെ, ഹേമന്ത് ജാർ സന്തോഷം. ഓക്കെ, ഹേമന്ത് സൊറീൻ ജാർഖണ്ഡ് സന്തോഷ് കുമാർ ഗൻവാർ. ഓക്കെ, ഹേമന്തം ജാർഖണ്ഡ് സന്തോഷം. കിട്ടിയില്ലേ? അപ്പോ ഓക്കെ, ബാർഹേറ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആണ് വരുന്നത് കേട്ടോ. കോൺസ്റ്റിറ്റ്യുവൻസി ചീഫ് മിനിസ്റ്റർ ഹേമന്ത് സൊറീൻ ആണ്. ഹേമന്ത് സൊറീൻ, ജാർഖണ്ഡ്, സന്തോഷ് കുമാർ ഗൻവാർ. ഓക്കെ, ഹേമന്തം ജാറിലാണ് ആക്കുന്നത് കേട്ടോ. ഹേമന്തം ജാറിലാണ് ആക്കുന്നത്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ഹാപ്പി, സന്തോഷം. ഹേമന്തം ജാറിലാക്കിയാൽ സന്തോഷം. ഹേമന്ത് സൊറീൻ ജാർഖണ്ഡ്, സന്തോഷ് കുമാർ ഗൻവാർ. ഹേമന്തം സന്തോഷ് കുമാർ ജാർഖണ്ഡ്. ഒഡീഷ, ഒഡീഷ മോഹൻ ചരൺ മാഞ്ചി. ഒഡീഷ മോഹൻ ചരൺ മാഞ്ചി, രഘുവർ ദാസ്, രഘുവർ ദാസ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഒഡീഷ മോഹൻ ചരൺ മാഞ്ചി, രഘുവർ ദാസ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മോഹൻ. ഓക്കെ, മോഹൻ എങ്ങനെയാണ്? മോഹൻ രഘുവർ ദാസ്, രഘുബാർ അല്ലെ. മോഹൻ രഘുബാർ കണ്ടാൽ അപ്പ ഓടും. ഓക്കെ, മോഹൻ എങ്ങനെയാണ്? രഘുബാർ കണ്ടാൽ അപ്പ ഓടി കയറും. ഓക്കെ, ബാർ വീക്ക്നെസ് ആണ് മോഹന്. അപ്പൊ മോഹൻ ചരൺ മാഞ്ചി, ഒഡീഷ രഘുബാർ. മോഹൻ രഘുബാർ കണ്ടാൽ ഓടും അപ്പ തന്നെ. മനസ്സിൽ കാണാം മോഹൻ. നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ആരെങ്കിലും മോഹൻ എന്ന് പറഞ്ഞ ആളുണ്ടെങ്കിൽ അവരെ മനസ്സിൽ കാണാം. മോഹൻ എങ്ങനെയാണ്? രഘുബാർ കണ്ടാൽ അപ്പ ഓടി രഘുബാറിൽ കയറും. ദാറ്റ് ഇസ് ഒഡീഷ. മോഹൻ, മോഹൻ ചരൺ മാഞ്ചി, ഒഡീഷ ഓടും ആരെ കണ്ടാൽ? രഘുബാർ കണ്ടാൽ. ഓക്കെ, മോഹൻ ചരൺ മാഞ്ചി, ഒഡീഷ രഘുബാർ ദാസ്. മോഹൻ ചരൺ മാഞ്ചിയാണ് ചീഫ് മിനിസ്റ്റർ. ഓക്കെ, ചീഫ് മിനിസ്റ്റർ മോഹൻ ചരൺ മാഞ്ചിയാണ്. ഒഡീഷ രഘുബാർ ദാസ് ആണ് ഗവർണർ വരുന്നത്. മോഹൻ രഘുബാർ കണ്ടാൽ ഓടും. മോഹൻ ഓടും എന്ത് കണ്ടാൽ? രഘുബാർ കണ്ടാൽ. ഓക്കെ, മോഹൻ ഓടും എന്ത് കണ്ടാൽ? രഘുബാർ കണ്ടാൽ. ഓക്കെ, മോഹൻ ചരൺ മാഞ്ചി ഓടി. നെക്സ്റ്റ് വരുന്നതാണ് സിക്കിം, പ്രേം സിംഗ് തമാങ്. പ്രേം സിംഗ് തമാങ് ചീഫ് മിനിസ്റ്റർ ആണ് വരുന്നത് സിക്കിമിന്റെ. പ്രേമരോഗി എന്നൊക്കെ പറയില്ലേ, പ്രേം ഒരു സിക്കാണ്. ചില ആൾക്കാരുണ്ടാവും അവർക്ക് പ്രേമം ഒരു അസുഖം പോലെ ആയിരിക്കും അല്ലെ. ഒരു പ്രേമരോഗിയായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഒരേ സമയം മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ഒന്ന് പോകുമ്പോൾ ഒന്ന്, അങ്ങനെ പ്രേമം ഉപയോഗിച്ച് അങ്ങ് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരാണ് നമ്മൾ പ്രേമരോഗി എന്ന് പറയുന്നത് അല്ലെ. പ്രേം സിക്ക് നിങ്ങൾ ആലോചിച്ചാൽ മതി. പ്രേം സിക്ക്, പ്രേമം സിക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ പ്രേമം എന്താണ്? ഒരു മധുരമുള്ള അനുഭവമാണ്. സൂപ്പർ ആണ്. പ്രേമം മധുരമുള്ള ഒരു അനുഭവമാണ്. പക്ഷെ ഒരു പ്രേമ രോഗിയായ പ്രശ്നമാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, പ്രേം സിക്ക്, പ്രേമരോഗി, പക്ഷെ എന്ത് പറഞ്ഞാലും ഒരു മധുരം ഉള്ളതാണ് എന്നാലോചിക്കുക. ദാറ്റ് ഇസ് പ്രേം സിക്കിം. പ്രേം സിംഗ് തമാങ്, പ്രേം സിംഗ് തമാങ് സിക്കിം ആണ് വരുന്നത്. ചീഫ് മിനിസ്റ്റർ പ്രേം സിംഗ് തമാങ് ആണ്. ഓം പ്രകാശ് മഥുർ ആണ് ഗവർണർ വരുന്നത്. ഓം പ്രകാശ് മഥുർ. പ്രേമം, പ്രേം സിക്ക്, പ്രേമരോഗി, പക്ഷേ മധുരമാണ്. ഓം പ്രകാശ് മഥുർ. പ്രേം സിംഗ് തമാങ്, പ്രേമം ലേശം എന്താണ്? സിക്കാണ് ചില ആൾക്കാർക്ക്, പക്ഷെ എന്ത് പറഞ്ഞാലും അത് മധുരമാണെന്ന് ആലോചിക്കുക. പ്രേം സിക്കിം, പ്രേം സിംഗ് തമാങ് സിക്കിം. ഓം പ്രകാശ് മഥുർ ആണ് ഗവർണർ വരുന്നത്. പോക്ലോ
കംറാങ്, പ്രോക്ലോ കംറാങ്. നെക്സ്റ്റ് ആസാം, ഹിമാന്ത വിശ്വ ശർമ്മ. ഹിമാന്ത വിശ്വ ശർമ്മയാണ് ചീഫ് മിനിസ്റ്റർ വരുന്നത്. ഹിമാന്ത വിശ്വ ശർമ്മയാണ് ആസാമിലെ ചീഫ് മിനിസ്റ്റർ ആണ് ഹിമാന്ത വിശ്വ ശർമ്മയാണ് ആസാം ചീഫ് മിനിസ്റ്റർ വരുന്നത്. ലക്ഷ്മൺ പ്രസാദ് ആചാര്യയാണ് ഗവർണർ വരുന്നത്. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ആലോചിക്കുക, ആസാം ഹിമാന്ത വിശ്വ ശർമ്മ അല്ലെ. ആസാമിനെ നമുക്ക് ആശാൻ എന്നെടുക്കാം അല്ലെ. നമ്മളെ പഠിപ്പിക്കുന്ന ആശാന്മാരെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ നമുക്ക് വിശ്വാസമാണ് അല്ലെ. നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന രണ്ടാൾക്കാരാണ്, ഒന്ന് ഡോക്ടർ, ഒന്ന് ആശാന്മാര്, നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാര്. അവര് നമുക്ക് എന്താണ്? വിശ്വാസം അല്ലെ, വിശ്വാസമാണ്. അപ്പൊ ഹിമാന്ത വിശ്വ ശർമ്മ ആസാമാണ്, ആസാമിലെ ചീഫ് മിനിസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഹിമാന്ത വിശ്വ ശർമ്മ ആസാം ചീഫ് മിനിസ്റ്റർ ആണ്. ആചാര്യനെയും ആശാനെയും വിശ്വാസമാണ് അല്ലെ. ഹിമാന്ത വിശ്വ ശർമ്മ ആസാം. ഇനി ലക്ഷ്മൺ പ്രസാദ് ആചാര്യ ആസാമിന്റെ ഗവർണറാണ്. വിശ്വാസമാണ് ആശാനെയും ആചാര്യനെയും അല്ലെ. ആസാം ഹിമാന്ത വിശ്വ ശർമ്മ, ലക്ഷ്മൺ പ്രസാദ് ആചാര്യ. അപ്പൊ നിങ്ങൾ ഈ ന്യൂമോണിക്സ് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കോഡ് നോക്കുമ്പോൾ ഇപ്പൊ ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ ചോദിച്ചു, നിങ്ങൾ എന്താ നോക്കുക? വിശ്വാസം എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയാൽ മതി. ഓപ്ഷനിൽ വിശ്വാസം എന്താണ്? ഹിമാന്ത വിശ്വ ശർമ്മ കിട്ടും. അത് ആൻസർ ചെയ്യുക. ലക്ഷ്മൺ പ്രസാദ് ആചാര്യനെയും വിശ്വാസമാണ്, ആശാനെയും വിശ്വാസമാണ് അല്ലെ. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ മണിപ്പൂർ അല്ലെ. മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് എൻ വീരേൻ സിംഗ് ആണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു വീരൻ എന്ത് ചെയ്യാണ്? ഒരു യുദ്ധം ജയിച്ചു വരികയാണ്. അപ്പൊ എന്താണ്? ഫുൾ സെലിബ്രേഷൻ അല്ലെ. ഫുൾ മണിമുട്ട്, ക്ലാപ്പ്, പൈസ എറിയുന്നു, മാലയിടുന്നു, അങ്ങനെ കംപ്ലീറ്റ് സെലിബ്രേഷൻ ആണെന്ന് ആലോചിക്കുക. നിങ്ങളൊരു യുദ്ധം ജയിച്ചു വരികയാണ്. അപ്പൊ എന്താണ്? കംപ്ലീറ്റ് സൈഡിൽ നിന്നും മണിമുട്ടുന്നു അല്ലെ. ദാറ്റ് ഈസ് എൻ വീരേൻ സിംഗ്. വീരൻ വരുമ്പോൾ മണിമുട്ടൽ ഉണ്ടാകും. ലക്ഷ്മൺ പ്രസാദ് ആചാര്യ. ആചാര്യന്മാര് എന്ത് ചെയ്യുന്നുണ്ട്? ലക്ഷ്മൺ പ്രസാദ് ആചാര്യന്മാർ എന്ത് ചെയ്യുന്നു? ഓരോ ക്ലാസ് കഴിയുമ്പോഴും അവർ പഠിപ്പിച്ച് കഴിയുമ്പോഴും അവർ എന്ത് ചെയ്യുന്നു? മണി വാങ്ങിക്കും അല്ലെ. വീരന്മാര് വരുമ്പോ മണിമുട്ടും. കൂടാതെ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ, കൂടാതെ ഓരോ വീരന്മാർക്കും ഓരോ ആചാര്യന്മാരുണ്ടാവും അല്ലെ. ഇവർ ഒരു വിദ്യ അഭ്യസിപ്പിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അവർ എന്ത് ചെയ്യും? ഒരു ദക്ഷിണ വാങ്ങിക്കും, മണി വാങ്ങിക്കും അല്ലെ. ലക്ഷ്മൺ പ്രസാദ് ആചാര്യയാണ് മണിപ്പൂർ ഗവർണർ. ആലോചിക്കുക, ആചാര്യന്മാര് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ മണി വാങ്ങിക്കില്ലേ? അത് ആലോചിച്ചാൽ മതി. ആചാര്യന്മാര് മണി വാങ്ങിക്കും പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ എൻ വീരേൻ സിംഗ് ആണ് ചീഫ് മിനിസ്റ്റർ. അപ്പൊ എൻ വീരേൻ സിംഗ് ആണ് ചീഫ് മിനിസ്റ്റർ. വീരന്മാര് വരുമ്പോൾ, ജയിച്ചു വരുമ്പോൾ കംപ്ലീറ്റ് മണിയടി ഗൈസ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അരുണാചൽ പ്രദേശ് പേമ കാണ്ഡു ആണ് ചീഫ് മിനിസ്റ്റർ. കോൺസ്റ്റിറ്റ്യുവൻസിയും പാർട്ടിയും എല്ലാം ശ്രദ്ധിക്കുക. പേമ കാണ്ഡു ആണ് അരുണാചൽ പ്രദേശിലെ ചീഫ് മിനിസ്റ്റർ വരുന്നത്. അപ്പോ അരുണ ഒരു ബ്യൂട്ടിഫുൾ ഗേൾ ആണെങ്കിൽ അരുണേനെ കാണുമ്പോൾ തന്നെ എന്താണ്? പ്രേമമായിരിക്കും അല്ലെ. അല്ലെങ്കിൽ പ്രേമമാണ്. പ്രേമത്തിൽ നിന്നും പേമ എടുക്കണം അല്ലെ. പ്രേമമാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അരുണയുടെ കൈ എങ്ങനെയാണ്? കയ്യിൽ മൊത്തം വളയാ. കയ്യിൽ മൊത്തം വളയാ. അത് കാണുമ്പോൾ തന്നെ എന്താണ്? ഇഷ്ക് പ്യാരി ഫുള്ള് പ്രേമാണ്. ഓക്കെ, പേമ കാണ്ഡു ആണ്. പ്രേമ കാണ്ഡു അല്ല, പേമ കാണ്ഡു. അപ്പൊ അരുണീനെ കാണുമ്പോ തന്നെ എന്താണ്? പ്രേമമാണ്. എന്താണ് കാരണം? കയ്യിൽ മൊത്തം വളയാ. ഓക്കെ, കയ്യിൽ മൊത്തം വളയാ. അപ്പൊ അരുണാചൽ പ്രദേശ് പേമ കാണ്ഡു. ലഫ്റ്റനന്റ് ജനറൽ കൈവാലിയ ത്രിവിക്രം പ്രാനായിക്. ഓക്കെ, അപ്പൊ കൈവാലിയ ത്രിവിക്രം പ്രാനായിക് അല്ലെങ്കിൽ KTP. കട്ടപ്പേന്റെ ഒരു ബന്ധത്തിലായിട്ട് വരും എന്ന് ആലോചിച്ചാൽ മതി. അരുണ എന്താണ്? KTP നമുക്ക് ഇവിടുന്ന് എടുക്കാം അല്ലെ. KTP കട്ടപ്പേന്റെ ഒരു ബന്ധത്തിലുള്ള ആളായിട്ട് വരും അരുണ. അവരെ കാണുമ്പോൾ തന്നെ എന്താണ്? പ്രേമമാണ്. അല്ലെങ്കിൽ എന്താ ആലോചിച്ചാൽ മതി? കൈവാലിയ, കയ്യിൽ മൊത്തം എന്താണ്? കയ്യിൽ മൊത്തം വളയാ. അത് കാണുമ്പോൾ, അരുണേനെ കാണുമ്പോൾ തന്നെ എന്താണ്? കയ്യിൽ മൊത്തം വളയാ. അത് കാണുമ്പോൾ തന്നെ എന്താ? പ്രേമമാണ്.
ആണ്. ദാറ്റ് ഇസ് പേമ കാണ്ടു. ഓക്കെ, CM പേമ കാണ്ടു, ലഫ്റ്റനന്റ് ജനറൽ കൈവാലിയ ത്രിവിക്രം പ്രണായിക്കാണ് ഗവർണർ വരുന്നത്. ഓക്കെ, മണിപ്പൂർ നമ്മൾ ഡിസ്കസ് ചെയ്തു. യെസ്, നെക്സ്റ്റ് നാഗാലാൻഡ്. നെയ്ഫുറിയോ ആണ് നാഗാലാൻഡ്. നാഗത്തിന് ഇഷ്ടമുള്ള എന്താണ്? നാഗാലാൻഡ് ഉണ്ടല്ലേ. ഇവിടെ നോക്കിയേ, LA ഗണേശനാണ് ഗവർണർ വരുന്നത്. അപ്പൊ നാഗാലാൻഡ് നെയ്ഫുറിയോ ചീഫ് മിനിസ്റ്റർ ആണ് വരുന്നത്, LA ഗണേശനാണ് ഗവർണർ വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ആലോചിക്കാം? LA ഗണേശൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഘ്നേശ്വരൻ, ഗണപതി അല്ലെ. ഗണപതിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? നെയ് എന്ന് ആലോചിച്ചാൽ മതി. ഗണപതി ഒരു ഭക്ഷണപ്രിയനാണല്ലേ. അപ്പൊ ഗണപതിക്ക് എന്ത് ഇഷ്ടമാണ്? നെയ്യ് ഇഷ്ടമാണ് അല്ലെ. ഘീ ലഡ്ഡു നമുക്ക് ഇഷ്ടമല്ലേ, അതേപോലെ ഗണപതിക്കും ഇഷ്ടമായിരിക്കില്ലേ. ഘീ ലഡ്ഡു സൂപ്പർ അല്ലേ. അപ്പൊ നെയ് എന്താണ്? ഗണപതിക്ക് ഇഷ്ടമാണ്. അപ്പൊ നെയ്ഫുറിയോ ഗണപതി. LA ഗണേശന് എന്ത് ഇഷ്ടമാണ്? നെയ് ലഡ്ഡു, ഘീ ലഡ്ഡു ഇഷ്ടമാണെന്ന് ആലോചിക്കാം. കൂടാതെ ശിവന്റെ കഴുത്തിൽ എന്തുണ്ട്? നാഗ അല്ലെ, നാഗമുണ്ട്. അപ്പൊ നാഗവും നെയ്യുമെല്ലാം ഗണേശന് സുപരിചിതമായിട്ടുള്ള ഇഷ്ടമുള്ള സാധനങ്ങളാണ്. ദാറ്റ് ഈസ് നാഗാലാൻഡ് നെയ്ഫുറിയോ ഗണേശൻ. നെയ്ഫുറിയോ CM ആണ്. നമ്മുടെ LA ഗണേശൻ ഗവർണർ ആണ്. നാഗാലാൻഡ് ആണ് സ്റ്റേറ്റ് വരുന്നത്. അപ്പൊ നാഗം, നെയ്, LA ഗണേശൻ. അപ്പൊ ഗണേശന് നാഗവും ഫേവറേറ്റ് ആണ്, നെയ്യും ഫേവറേറ്റ് ആണ്. കിട്ടിയോ? മനസ്സിൽ പറഞ്ഞു നോക്കുക. നെക്സ്റ്റ് ഇസ് മിസോറാം. PU ലാൽദുഹോമ മിസോറാം. കമ്പംപട്ടി ഹരിബാബു ആണ് ഗവർണർ വരുന്നത്. അപ്പൊ മിസോറാം ലാൽദുഹോമ, കമ്പംപട്ടി ഹരിബാബു. അതെങ്ങനെയാ നമ്മൾ ആലോചിക്കാം? രാമനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എക്സാം പാസ്സാവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓം ഗ്രീൻ കുട്ടിച്ചാത്ത നമ്മൾ ഹോമം ചെയ്യാണ്. ഓക്കെ, രാമനെ പ്രീതിപ്പെടുത്താൻ നമ്മൾ ഹോമം ചെയ്യാണെന്ന് ആലോചിക്കുക. പക്ഷെ ആരാ ചെയ്യുന്നേ? ബാബു നമ്പൂതിരി. ഓക്കെ, ആരാ ചെയ്യുന്നേ? ബാബു നമ്പൂതിരിയാണ് ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയാ? രാമനെ പ്രീതപ്പെടുത്താനായിട്ട് ഹോമം ചെയ്യാണ്. അപ്പോൾ മിസോറാം ആലോചിക്കുമ്പോൾ നമുക്ക് റാം അവിടെ കിട്ടും അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, CMന്റെ പേരിൽ എന്തുണ്ട്? ഹോമമുണ്ട്. ഓക്കെ, രാമനെ പ്രീതിപ്പെടുത്താൻ ഹോമം ചെയ്യാണ്. ഗവർണറുടെ പേരിൽ എന്ത് വേണം? ബാബു വേണം. ഓക്കെ, ബാബു നമ്പൂതിരിയാണ് രാമനെ പ്രീതിപ്പെടുത്താൻ ഹോമം ചെയ്യുന്നത്. PU ലാൽദുഹോമ മിസോറാം. കമ്പംപട്ടി ഹരിബാബു ആണ് ഗവർണർ വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി, പിന്നെ ചീഫ് മിനിസ്റ്റർ ആണ്, പിന്നെ ഏത് പാർട്ടിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ട് അത് പറയുന്നില്ല, എല്ലാവരും വായിച്ചു നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഇസ് മേഘാലയ. കോൺറാഡ് സംഗമയാണ് ചീഫ് മിനിസ്റ്റർ വരുന്നത്. CH വിജയശങ്കർ ആണ് ഗവർണർ വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എക്സാം പാസ്സാവുന്ന ആ ദിവസം എല്ലാവരും മനസ്സിൽ കാണുക. അന്ന് നമ്മൾ വിജയിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? നമ്മൾ വിജയിക്കുമ്പോൾ മേഘം സംഗമിക്കുന്നു, മഴ പെയ്യുന്നു. ഓക്കെ, നമ്മൾ വിജയിക്കുന്നു, മേഘം സംഗമിക്കുന്നു, മഴ പെയ്യുന്നു എന്നാലോചിക്കുക. ദാറ്റ് ഇസ് ദുന്ദും ദുന്ദും ദുന്ദുബിനാദം. അത് ഓക്കെ, ആ ഒരു വൈബ്. അപ്പൊ CH വിജയശങ്കർ, നമ്മൾ വിജയിക്കുമ്പോൾ മേഘാലയ വിജയശങ്കർ. നമ്മൾ വിജയിക്കുമ്പോൾ മേഘം എന്ത് ചെയ്യുന്നു? സംഗമിക്കുന്നു. മേഘം സംഗമിച്ചു, മഴ പെയ്യുന്നു. ഓക്കെ, അപ്പൊ CH വിജയശങ്കർ മേഘാലയ സംഗമ. ഓക്കെ, അപ്പൊ മേഘാലയ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ സംഗമ എന്ന് ഓർമ്മ വരും. കൂടാതെ എന്ത് വേണം? വിജയം വേണം. ഓക്കെ, അപ്പൊ വിജയശങ്കർ സംഗമ, കോൺറാഡ് സംഗമ മേഘാലയ. കിട്ടിയോ? അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? മേഘാലയന്റെ CMഉം ഗവർണറും ചോദിക്കുമ്പോൾ നമ്മൾ എന്താലോചിക്കണം മനസ്സിൽ? ഓക്കെ, CMന് ഒരു സംഗമം വേണം. കൂടാതെ ഗവർണർ ആണെങ്കിൽ എന്ത് വേണം? വിജയം വേണം. അപ്പൊ നമുക്ക് സൂപ്പർ ആയിട്ട് ആൻസർ കിട്ടില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോവാം. ത്രിപുര. മാണിക് സാഹ ആൻഡ് ഇന്ദ്രസേന റെഡ്ഡിനാലു. അവിടെ നോക്കിയേ, മാണിക് സാഹ ആണ് ത്രിപുര.
മാണിക് സാഹയാണ് ത്രിപുര ചീഫ് മിനിസ്റ്റർ അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, മണി, നമ്മുടെ കലാഭവൻ മണി ഉണ്ട് അല്ലെ, മാണിക്ക് 4 പുര, മാണിക്ക് 4 പുര എന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ മാണിക്കല്ല, സോറി, മണിക്ക് 4 പുര എന്ന് ആലോചിച്ചാൽ സിമ്പിൾ ആയിട്ട് കിട്ടില്ലേ? മാണിക് സാഹ മാണിക് സാഹ ത്രിപുര, ഇന്ദ്രസേന റെഡ്ഡി നാലു ആണ് ഗവർണർ വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എന്താണ് മണി, നമ്മുടെ സ്വന്തം കലാഭവൻ മണി അല്ലെ, മണിക്ക് 4 പുര, മാണിക് സാഹ ത്രിപുര, ഇന്ദ്രസേന റെഡ്ഡി നാലു. മണിക്ക് ത്രിപുര, ഇന്ദ്രസേന റെഡ്ഡി നാലു, മാണിക് സാഹ ത്രിപുര, ഇന്ദ്രസേന റെഡ്ഡി നാലു. സുഖമായിട്ട് കിട്ടില്ലേ? മണിക്ക് 4 പുര, മണിക്ക് 4 പുര. അപ്പൊ ത്രിപുര ആലോചിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഓക്കെ, CM-ന്റെ പേരില് മണി ഉണ്ട്, നമ്മുടെ സ്വന്തം കലാഭവൻ മണി ചേട്ടനുണ്ട്. ഇനി പുര, ഓക്കെ, ഗവർണർ വരുമ്പോൾ എന്തായി? ഗവർണർ വരുമ്പോൾ 4 ഉണ്ട്, മണിക്ക് 4 പുര എന്ന് ആലോചിക്കുക. നെക്സ്റ്റ് രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ ആണ് CM വരുന്നത്. ഹരിബാബു കിഷൻ റാവു ബാഗ്ഡെ, ഹരിബാബു കിഷൻ റാവു ബാഗ്ഡെ ആണ് ഗവർണർ വരുന്നത്. ഭജൻലാൽ ശർമ്മയാണ് ചീഫ് മിനിസ്റ്റർ വരുന്നത്. അത് നമ്മൾ എങ്ങനെ ആലോചിക്കുക? ഭജൻലാൽ ശർമ്മ രാജസ്ഥാനിൽ ഭജനയ്ക്ക് പോവാണ്, നമ്മളെല്ലാവരും കെട്ടും പാണ്ടുമായിട്ട്, നമ്മളെ പുറത്ത് എന്താ ഉണ്ടാവുക? ബാഗ്. ഓക്കെ, ഭജൻലാൽ ശർമ്മ രാജസ്ഥാനിൽ പോകുമ്പോൾ കയ്യിൽ എന്തുണ്ട്? ബാഗ് ഉണ്ട്. ദാറ്റ് ഈസ് ഭജൻലാൽ ശർമ്മ ഭജനയ്ക്ക് രാജസ്ഥാനിൽ പോകുമ്പോൾ എന്താ ഉള്ളത് കയ്യില്? ബാഗ് അല്ലെ. വേറെ ഒന്നും ഭജനയ്ക്ക് പോകുമ്പോൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ബാഗ് എടുക്കും നമ്മൾ. ഓക്കെ, അപ്പൊ രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, ഹരിബാബു കിഷൻ റാവു. നിങ്ങൾ ആലോചിക്കുക, രാജസ്ഥാൻ CM-ന്റെ കയ്യില് എന്തുണ്ട്? രാജസ്ഥാൻ CM ആണെങ്കിൽ പേരിൽ ഒരു ബാഗ് ഉണ്ട് എന്ന് ആലോചിച്ചാൽ മതി. രാജസ്ഥാൻ ഹരിബാബു കിഷൻ റാവു ബാഗ്ഡെയാണ് ഗവർണർ വരുന്നത്. ഭജൻലാൽ ശർമ്മയാണ് ചീഫ് മിനിസ്റ്റർ വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഭജനയ്ക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഓം ഹോം ഹോം ഹോം, നമ്മൾ ഭജനയ്ക്കാണ് പോകുന്നത്. ഭജനയ്ക്ക് എങ്ങോട്ടാ? രാജസ്ഥാനിലാണ് പോകുന്നത്. അപ്പൊ കയ്യിൽ എന്തുണ്ട്? ബാഗ് ഉണ്ട്. ഗുജറാത്ത്, നിങ്ങൾ ആലോചിക്കുക, ജോസുകുട്ടിക്ക് ധ്യാനത്തിന് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് ഭജനയ്ക്കൊക്കെ പോവാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഭജനയ്ക്ക് പോവാണ്, രാജസ്ഥാനിലാണ് പോകുന്നത്, കയ്യിൽ എന്തുണ്ട്? ബാഗ് ഉണ്ട്. ഇത്രയും ഒന്ന് മനസ്സിലാലോചിച്ചാൽ മതി. നെക്സ്റ്റ് വരുന്നത് ഗുജറാത്ത്. ഭൂപേന്ദ്ര പട്ടേൽ ആണ് CM വരുന്നത്. ആചാര്യ ദേവ്രത്ത് ആണ് ഗവർണർ വരുന്നത്. ഭൂപേന്ദ്ര പട്ടേൽ ഗുജറാത്ത് CM ആണ്, ആചാര്യ ദേവ്രത്ത് ആണ് ഗവർണർ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആലോചിക്കാം, ഭൂപേന്ദ്ര പട്ടേൽ അല്ലെ, ഭൂപേന്ദ്ര കുറച്ചൊരു ഗാംഭീര്യമുള്ള പേരാണല്ലേ, ഭൂപേന്ദ്ര. ഭൂമിക്കൊക്കെ കുറെ ലാൻഡ് ഒക്കെ ഉള്ള ആളാണെന്ന് ആലോചിക്കുക, ഭൂപേന്ദ്ര. അപ്പൊ അവരെങ്ങനെയാ പോവാ? അവര് റിച്ച് ആണ്, അപ്പൊ രഥത്തിലൊക്കെയാണ് പോവാ കേട്ടോ. ഭൂപേന്ദ്ര പട്ടേൽ ഗുജറാത്ത്, ആചാര്യ ദേവ്രത്ത്. അപ്പൊ ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഓർമ്മ ഉണ്ടാവുമോ നമുക്ക്, പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മളിത് ഇമാജിൻ ചെയ്യുക. ഗൈസ്, ഇത് റിയലി എന്തായാലും വർക്ക് ആവും. നമ്മൾ ചുമ്മാ ഇമാജിൻ ചെയ്ത് വെക്കുക, ഒരു ലോജിക്കും ഉണ്ടാവില്ല, പക്ഷെ നമ്മളിത് ചുമ്മാ ഇമാജിൻ ചെയ്ത് വെച്ചാൽ എന്തായാലും ഞാൻ ഉറപ്പ് തരാണ്, എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ചിത്രം വരും. നമുക്ക് ഓപ്ഷനിൽ നിന്നും സുഖമായിട്ട് ആൻസർ പിക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗുജറാത്ത് ഭൂപേന്ദ്ര പട്ടേൽ. ഭൂപേന്ദ്ര ഭൂമിയുടെ വലിയ റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. അവര് കാറിലാണോ ബസ്സിലാണോ ലോറിയിലാണോ പോവുക? നോ വേ, അവരേതിലാ പോവുക? രഥത്തിലാണ് പോവുക. ഓക്കെ, അപ്പൊ ഭൂപേന്ദ്ര പട്ടേൽ ഗുജറാത്ത്, ആചാര്യ ദേവ്രത്ത്. ഓക്കെ, ഭൂപേന്ദ്ര പട്ടേൽ ഗുജറാത്ത്, ആചാര്യ ദേവ്രത്ത് ആണ് ഗവർണർ വരുന്നത്. ഭൂപേന്ദ്ര പട്ടേൽ CM ആണ്. നെക്സ്റ്റ് ആണ് മഹാരാഷ്ട്ര. CM ഏതാണ്? ഏകനാഥ് ഷിൻഡെ ആണ്. CP രാധാകൃഷ്ണൻ ആണ് ഗവർണർ എന്ന് പറയുന്നത്. CP രാധാകൃഷ്ണൻ ആണ് ഗവർണർ. നിങ്ങൾ ആലോചിക്കുക, രാധാകൃഷ്ണൻ. ഓക്കെ, രാധയും കൃഷ്ണനും എങ്ങനെയാണ്? ഭയങ്കര ദൈവവിശ്വാസികൾ. എന്താ പറയാ, എല്ലായിടത്തും കംപ്ലീറ്റ് രാഷ്ട്രം, മഹാരാഷ്ട്രത്തിലും എന്താണ്? രാധ
രാധയും ഉണ്ട് കൃഷ്ണനും ഉണ്ട് എന്ന് പറയും അല്ലെ. ദാറ്റ് ഇസ് മഹാരാഷ്ട്ര CP രാധാകൃഷ്ണനാണ് ഗവർണർ. ഏകനാഥ് ഷിൻഡെ ആണ് ചീഫ് മിനിസ്റ്റർ. നമ്മൾ പറയില്ലേ ലോകത്തിലെ എല്ലാ ലോകത്തിനും കൂടി അല്ല മഹാരാഷ്ട്രം എല്ലാ രാഷ്ട്രത്തിനും കൂടി ഒരു നാഥനാണ് എന്ന് പറയില്ലേ. ദാറ്റ് ഇസ് ഏകനാഥ് ഷിൻഡെ. ഇനി ബാക്കി കുറച്ച് പേര് എന്താ പറയുന്നത്? ബാക്കി കുറച്ച് പേര് പറയും രാധയും കൃഷ്ണനുമാണ് എല്ലായിടത്തും. ഓക്കെ, രാധാകൃഷ്ണനാണ് എല്ലായിടത്തും, രാധയും കൃഷ്ണനും എല്ലായിടത്തും ഉണ്ട്. ബാക്കി എല്ലാവരും എന്താണ്? ഏകനാഥനാണ്. മഹാരാഷ്ട്രത്തിലും എല്ലാ രാഷ്ട്രത്തിലും ഏകനാഥനാണ്, ഒരൊറ്റ നാഥനാണെന്ന് ആലോചിക്കുക. നെക്സ്റ്റ് ഗോവ. ഗോവയില് പ്രമോദ് സാവന്ത്, ശ്രീധരൻ പിള്ളൈ. നിങ്ങൾ ആലോചിക്കുക, ഗോവയിൽ പോയാൽ പിള്ളൈകളുടെ മൂഡ് എന്താണ്? ഫുൾ ചില്ലാണ് അല്ലെ. ഗോവയിൽ പോയാൽ പിള്ളൈകളുടെ മൂഡ് സൂപ്പറാണ്, ചില്ലാണ്. ഗോവ PS ശ്രീധരൻ പിള്ളൈ, പ്രമോദ് സാവന്ത് ആണ് ചീഫ് മിനിസ്റ്റർ. പ്രമോദ് സാവന്ത് ചീഫ് മിനിസ്റ്റർ. മൂഡ് ഫുൾ ചിൽ. പ്രമോദ് സാവന്ത് ഗോവയിൽ പോയാൽ മൂഡ് ഫുൾ ചില്ലാണ്. പിള്ളൈകളുടെ അല്ലെ, പിള്ളേഴ്സിന്റെ, നമ്മുടെ കംപ്ലീറ്റ് പിള്ളേഴ്സിന്റെയും മനസ്സെന്താണ്? ഗോവയിൽ പോയാൽ മൂഡ് കംപ്ലീറ്റ് ചില്ല അല്ലെ. മൂഡ് ഗോവയിൽ പോയാൽ മൂഡ് എന്താണ്? മൂഡ് പിള്ളൈകളുടെ മൂഡ് ചില്ലാണ്. ഗോവ PS ശ്രീധരൻ പിള്ളൈ, പ്രമോദ് സാവന്ത്. ഓക്കെ, മൂഡ് ഗോവയിൽ പോയാൽ പിള്ളൈകളുടെ മൂഡ് ഗോവയിൽ പോയാൽ ചിൽ. ഓക്കെ, അപ്പൊ നമ്മൾ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ വിഷ്വലൈസും കൂടെ ചെയ്യാൻ സുഖമായിട്ട് കിട്ടും. പ്രമോദ് സാവന്ത് ഗോവ, PS ശ്രീധരൻ പിള്ളൈ ആണ് ഗവർണർ, പ്രമോദ് സാവന്ത് ആണ് ചീഫ് മിനിസ്റ്റർ. നെക്സ്റ്റ് തെലങ്കാന റേവാനന്ദ് റെഡ്ഡി ആണ് ചീഫ് മിനിസ്റ്റർ. ജിഷ്ണുദേവ് വർമ്മ. ഇതിന് എനിക്ക് യാതൊരു കോഡും കിട്ടുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. തെലങ്കാന റേവാനന്ദ് റെഡ്ഡി ആണ് ചീഫ് മിനിസ്റ്റർ, ജിഷ്ണുദേവ് വർമ്മയാണ് ഗവർണർ. നെക്സ്റ്റ് ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു ആണ് ചീഫ് മിനിസ്റ്റർ എന്ന് ആലോചിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അബ്ദുൾ നസീർ ആണ് ഗവർണർ വരുന്നത്. ഓക്കെ, ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു ആണ് ചീഫ് മിനിസ്റ്റർ. അബ്ദുൾ നസീർ ആണ് ഗവർണർ വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. നെക്സ്റ്റ് കർണാടക. സിദ്ധരാമയ്യ ആണ് ചീഫ് മിനിസ്റ്റർ. തവാർ ചന്ദ് ഗെഹ്ലോട്ട് ആണ് കർണാടക ഗവർണർ. സിദ്ധരാമയ്യ ആണ് ചീഫ് മിനിസ്റ്റർ. ഗവർണർ ആരാണ്? തവാർ ചന്ദ് ഗെഹ്ലോട്ട്. നിങ്ങൾ ആലോചിക്കുക, ഇപ്പോഴത്തെ നാടകത്തിലൊന്നും പണ്ടത്തെ പോലത്തെ പാട്ടല്ല. ഏതാണ്? രാമയ്യ വസ്താവയ്യ പാട്ടില്ലേ, ആ രാമയ്യ പാട്ടൊക്കെയാണ് ഇപ്പോഴത്തെ ഇതില് നാടകത്തില്. രാമയ്യ പാട്ടാണ് ഇപ്പോഴത്തെ നാടകത്തില്. ദാറ്റ് ഇസ് ചീഫ് മിനിസ്റ്റർ ആരാണ്? സിദ്ധരാമയ്യ ആണ്. ദാറ്റ് ഇസ് രാമയ്യ വസ്താവയ്യ പാട്ടില്ലേ, ദാറ്റ് ഇസ് കർണാടക. നാടകത്തിൽ ഇപ്പൊ എന്ത് പാട്ടാണ്? രാമയ്യ ആണ് പാട്ട്. എപ്പോഴാ പൊതുവെ നാടകം ഉണ്ടാവുക? നട്ടുച്ചയ്ക്കാണോ നാടകം? നട്ടപ്പുലർച്ചയ്ക്കാണോ? നട്ടപ്പുലർച്ച വരെ പോവും അല്ലെ. രാത്രിയാണ്, ചാന്ത് വരുമ്പോഴാണ് എന്തുണ്ടാവുക? ചാന്ത് വരുമ്പോഴാണ് നാടകം ഉണ്ടാവുക അല്ലെ. ദാറ്റ് സിദ്ധരാമയ്യ കർണാടക. രാമയ്യ പാട്ടാണ് ഇപ്പോഴത്തെ നാടകത്തിൽ അല്ലെ, ദാറ്റ് ഇസ് കർണാടക. രാമയ്യ പാട്ടാണ് ഉണ്ടാവുക. ചാന്ത് വരുമ്പോഴാണ് നാടകം തുടങ്ങുക. സിദ്ധരാമയ്യ കർണാടക. ചാന്ത് പേരിൽ വേണം ഗവർണറുടെ. നെക്സ്റ്റ് പിണറായി വിജയൻ ആണ് ചീഫ് മിനിസ്റ്റർ. കേരളത്തിലെ നമുക്ക് അറിയുന്നതാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് കേരള ഗവർണർ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. തമിഴ്നാടു MK സ്റ്റാലിൻ ആണ് CM. എല്ലാവർക്കും അറിയുന്നതാണ്. MK സ്റ്റാലിൻ ആണ് ചീഫ് മിനിസ്റ്റർ. RN രവി ആണ് ഗവർണർ വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, തമിഴ്നാട് നമ്മുടെ നാട്ടിലെ സ്റ്റാളില് നമ്മൾ എപ്പോഴാ പോവാ? രാവിലെ അല്ലെ. നാട്ടിലെ സ്റ്റാളിൽ നമ്മൾ എപ്പോഴാ പോവാ? രാവിലെ. നമ്മൾ മോളിലൊക്കെയാണ് രാത്രി ചില്ല് ചെയ്യാൻ പോവാ അല്ലെ. നാട്ടിലെ കുഞ്ഞു കുഞ്ഞു സ്റ്റാളിലൊക്കെ എപ്പോഴാ പോവാ? രാവിലെ. ഓക്കെ, തമിഴ്നാടു രാവിലെ രവിയാണ് ഗവർണർ. ഓക്കെ, തമിഴ്നാടു MK സ്റ്റാലിൻ നാട്ടിലെ സ്റ്റാളില് രാവിലെയാണ് പോവുക. ഓക്കെ, തമിഴ്നാടു MK സ്റ്റാലിൻ ആണ് ചീഫ് മിനിസ്റ്റർ. ആരാണ്? RN രവിയാണ് ഗവർണർ വരുന്നത്.
ഓക്കെ റെഡി. അപ്പൊ നമ്മുടെ എല്ലാ സ്റ്റേറ്റിലെയും CM ആൻഡ് ഗവർണേഴ്സിന്റെ ലിസ്റ്റ് വിത്ത് ന്യൂമോണിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത് മറന്നു പോവില്ലേ മിസ്? പക്ഷെ ഇല്ല, നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം വെറുതെ ഒന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. നമുക്ക് ഇപ്പൊ തോന്നും അയ്യോ ഇത് കിട്ടുമോ? പക്ഷെ കിട്ടും. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനും ഇതിന്റെ രണ്ടിന്റെയും ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ മാത്രം മതി. രണ്ടിന്റെയും ആൻസർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഈ സെഷൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ 3 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ. 1, 2, 3. അപ്പൊ ഈ 3 ക്വസ്റ്റ്യന്റെയും ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി കറണ്ട് അഫെയർ അപ്ഡേറ്റ്സിനായിട്ട് എന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കറണ്ട് അഫെയർസ് വിത്ത് അനു എന്നാണ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേര്. ഈ ഗ്രൂപ്പിൽ എല്ലാ വിധത്തിലുള്ള ഇപ്പൊ ഈ നോട്ട്സ്, യൂട്യൂബ് നോട്ട്സ്, പിന്നെ നമ്മുടെ എക്സ്ട്രാ കറണ്ട് അഫെയർ, ഡെയിലി കറണ്ട് അഫെയർ അപ്ഡേറ്റ്സ്, നമ്മുടെ കറണ്ട് അഫെയർ പോൾസ്, ക്യൂസസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ കറണ്ട് അഫെയർ അപ്ഡേറ്റിനായിട്ട് കറണ്ട് അഫെയർ വിത്ത് അനു എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഈ ന്യൂമോണിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.